13-ാം നൂറ്റാണ്ടിലെ ഒരു രാജകുമാരിയായിരുന്നു വിശുദ്ധ ഇസബൽ. 1225 ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് എട്ടാമൻ്റെയും ബ്ലാഞ്ച് രാജ്ഞിയുടെയും മകളായി ജനിച്ചു. പ്രശസ്തനായ വിശുദ്ധ ലൂയിസ് ഒമ്പതാമൻ ഇവരുടെ സഹോദരനാണ്. രാജകുമാരിയായിരുന്നിട്ടും വളരെ ലളിതമായ ജീവിതമായിരുന്നു ഇസബൽ നയിച്ചിരുന്നത്. ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കുന്നതിലും ഇവർ അതീവ ശ്രദ്ധാലുവായിരുന്നു. പല രാജകുമാരന്മാരും ഇസബല്ലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും താൻ ദൈവത്തിന് മാത്രമായി സമർപ്പിക്കപ്പെട്ടവളാണെന്ന് വിശ്വസിച്ച് അവരെയെല്ലാം നിരസിച്ചു. കന്യാസ്ത്രീയാകാനായിരുന്നു വിശുദ്ധ ഇസബല്ലയുടെ ആഗ്രഹം. 1256 പാരീസിന് പുറത്തുള്ള ലോങ് ചാപ്സിൽ ഇസബൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. ഫ്രാൻസിസ്കൻ സഭയുടെ ഭാഗമായി പാവപ്പെട്ടവർക്കായി ഒരു കേന്ദ്രം അവിടെ തന്നെ ഒരുക്കി. 1270 45-ാമത്തെ വയസ്സിൽ ഈ ആശ്രമത്തിൽ വെച്ച് വിശുദ്ധ ഇസബൽ അന്തരിച്ചു. ഫ്രാൻസിസ്കൻ സഭയിലെ അംഗങ്ങൾ വിശുദ്ധ ഇസബല്ലയെ ഒരു വിശുദ്ധിയായി ആദരിക്കുന്നു. ഫെബ്രുവരി 22-ാം തീയതിയാണ് ഇവരുടെ തിരുനാൾ പൊതുവായി ആഘോഷിക്കപ്പെടുന്നത്. രാജകീയ പതിവുകൾ വെടിഞ്ഞ് ദൈവത്തിനും ദരിദ്രർക്കുമായ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മാതൃകയാണ് വിശുദ്ധ ഇസബൽ.